സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതനാണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളുടെ ശ്രദ്ധേയനായ ഇച്ചാപ്പി. സൈബർ ലോകത്ത് ഇച്ചാപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ശ്രീലക്ഷ്മി എന്നാണ് യഥാർത്ഥ പേര്. 10 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ശ്രീലക്ഷ്മി യൂട്യൂബ് മാത്രമുള്ളത്. ഷീറ്റ് മേന വീടും മുറ്റത്ത് ഓടിക്കളിക്കുന്ന അണ്ണാക്കുലിൻ്റെ വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചുകൊണ്ടാണ് ശ്രീലക്ഷ്മി യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. നാട്യങ്ങളില്ലാതെ നാട്ടിൽ പുറത്തെ നന്മകളും സ്നേഹവും നിറഞ്ഞ കണ്ടന്റുകൾ പ്രേക്ഷകരും അതിവേഗത്തിൽ സ്വീകരിച്ചു. നിർധന കുടുംബത്തിലെ അംഗമായിരുന്നു ശ്രീലക്ഷ്മി. പക്ഷേ സുപ്രന്തം കൊണ്ട് 19 വയസ്സിൽ സ്വന്തമായി വീടും വെച്ചു ശ്രീലക്ഷ്മി വൈറലായി. ഇപ്പോഴത്തെ ശ്രീലക്ഷ്മി വിവാഹിതയായിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി കല്യാണ വിശേഷങ്ങളാണ് ശ്രീലക്ഷ്മി ഏറെയും പങ്കിടുന്നത്. സുഹൃത്തായ സൗരവാണ് ശ്രീലക്ഷ്മി താലി ചാർത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിൽ കണ്ണനെ സാക്ഷിയാക്കിയായിരുന്നു വിവാഹം. ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളും വെഡ്ഡിംഗ് ഡേ വ്ളോഗും ശ്രീലക്ഷ്മി യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടു. മാംഗല്യം എൻ്റെ ഏറ്റവും വലിയ സ്വപ്നത്തെ മനോഹരമായി തീർത്ത എൻ്റെ ചേട്ടൻ ശ്രീനിഷ് അരവിന്ദും ചേച്ചി പേളിമാണിക്കും ഒരുപാട് നന്ദി. കൂടെ നിന്ന് എല്ലാവരോടും ഞങ്ങൾ നന്ദി എന്നാണ് വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് ശ്രീലക്ഷ്മി കുറിച്ചത്. വിവാഹത്തിന് അണിയാൻ വേണ്ട ആഭരണങ്ങൾ ശ്രീലക്ഷ്മി നൽകിയത് പേളിമാണിയാണെന്നാണ് വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നു. പേളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഇച്ചാപ്പി. വെറുമൊരു കണ്ടന്റ് ക്രിയേറ്ററായിട്ടല്ല, സഹോദരിയെ പോലെയാണ് ശ്രീലക്ഷ്മിയെ പേളി സ്നേഹിക്കുന്നതെന്നും ചേർത്ത് പിടിക്കുന്നതെന്നും. വിവാഹ സാരി ശ്രീലക്ഷ്മി സെലക്ട് ചെയ്ത് കൊടുത്തത് പേളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കുറേ നാളുകൾ കൊണ്ട് ഞാനും അപ്പും സ്വപ്നം കാണുന്ന ദിവസമാണ്. കല്യാണം കഴിഞ്ഞുവെന്ന് അറിയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെറ്റിൽ സിന്ദൂരമായി കഴുത്തിൽ താലി വീണു. എല്ലാം വളരെ പവിത്രമായതല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ പേളി ചേച്ചിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇമോഷണലാകുന്നു. ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. അച്ഛനും അമ്മയും നമുക്ക് എങ്ങനെയാണോ ഓരോന്നും ചെയ്തു തരുന്നത്, അതുപോലെയാണ് പേളി ചേച്ചി എനിക്കായി ഓരോന്നും ചെയ്തു തരുന്നത്. കാരണം ഞാൻ സർപ്രൈസായിപ്പോയി. അത്രയേറെ ജ്വല്ലറികൾ എനിക്ക് കൊണ്ടുവന്ന് അണിയിച്ച് കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി. ശരിക്കും ഞാൻ ഇമോഷണലായി. അതുപോലാണ്ട് ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു. നേരിട്ട് കണ്ട് അനുഗ്രഹം വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റിയില്ല. ചേച്ചി ഒരു വർക്കിൽ കമ്മിറ്റഡ് ആയതുകൊണ്ട് പേളി ചേച്ചിയും ശ്രീ ചേട്ടനും പ്രായം കൊണ്ട് എൻ്റെ ചേച്ചിയും ചേട്ടനുമാണെങ്കിലും എല്ലാം കൊണ്ടും അവർ എനിക്ക് വേറൊരു അച്ഛനും അമ്മയുമാണ്. താങ്ക് യു ചേച്ചി എന്നാണ് വിവാഹശേഷം ശ്രീലക്ഷ്മി പറഞ്ഞത്. നിരവധി പേരാണ് ശ്രീലക്ഷ്മിയും സൗരവിനും ആശംസ നേർന്ന് എത്തിയത്. കണ്ണും മനസ്സും നിറഞ്ഞ കല്യാണമെന്നാണ് ഏറെയും കമൻറ്റുകൾ. നന്ദന സിനിമയുടെ ക്ലൈമാക്സ് പോലെ തോന്നിയ ഒരുപാട് സാമ്യതകൾ. ദീർഘ സുമംഗലിയായിരിക്കട്ടെ. കണ്ണു നിറഞ്ഞൊഴുകിയാണ് കണ്ണു തീർത്തത്. അമ്മയുടെ പാട്ടും എല്ലാം കൂടി ഇമോഷണലാക്കി. ഒരു ചെറു ചിരിയോടെ കണ്ടിരുന്നു പോയി. എന്നും ഈ സ്നേഹം നിലനിൽക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.